നമസ്കാരം. ഡബ്ലിൻ മല്ലു വേൾഡിൽ നിന്ന് ജസ്റ്റ് ലൂയിസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു വലിയ സ്വാഗതം. സോ ഞാനിപ്പം ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു യൂട്യൂബ് ചാനലിൽ അബൌട്ട് നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഉത്തരവായിട്ട് നമ്മൾ ഒരു വീഡിയോ ഇട്ടെടുത്തു. ചോദ്യം ഇതായിരുന്നു: നമ്മുടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, അവർക്ക് അമ്പലത്തിൽ നമ്മുടെ പ്രാക്ടീസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതിനോ അതുപോലെ തന്നെ നാമം ജപിക്കുന്നതിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഹിന്ദുക്കളായിട്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ പിന്നെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്ത ആളുകളിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ പറഞ്ഞത്. അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം ഉടമ്പടി എടുക്കാൻ പോയ സമയത്തും അവിടെ ഒത്തിരി ഹിന്ദുക്കൾ സഹോദരങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കുള്ള ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അവരിൽ നിന്നൊക്കെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞത്. സോ അങ്ങനെ അവർക്ക് നാമം ജപിക്കുന്നതിനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതിനോ ഒന്നും അവർക്ക് മീൻസ് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് അത് തുടർന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം, അവരുടെ പ്രാർത്ഥനാ രീതികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാനാണ് അവിടെ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് എനിക്ക് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന് ആൻസർ കൊടുത്തത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ റോസ് എന്ന് പറഞ്ഞ ചേച്ചി വന്നിട്ട് ചുമ്മാ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, നിങ്ങൾ ബൈബിളിൽ ജോക്ക് ജീവിക്കണം, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊന്നും അല്ല അതിൻ്റെ കണ്ടൻ്റായിട്ട് വന്ന കാര്യം. ഇത്രയേ ഉള്ളൂ. കൃപാസന ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയം ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾക്ക് അവരുടെ പ്രാക്ടീസ് തുടരാമോ അല്ലെങ്കിൽ അവരുടെ രീതികൾ തുടർന്നുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതിയോ എന്നായിരുന്നു. അപ്പം അതിൻ്റെ ആൻസർ വളരെ വ്യക്തമായിട്ട് നൽകി കഴിഞ്ഞു. അത് മനസ്സിലായ പല ആളുകളും അതിനകത്തുണ്ട്. പക്ഷെ ചിലർക്ക് ഇങ്ങനെ വന്ന് കുത്തിത്തിരിപ്പ് കാണിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു വാച്ച് മൈ വീഡിയോ, ജസ്റ്റ് skip and go away. That's the only thing I want to just say to you, Rosie. അതല്ലാതെ വേറെ ഇതൊന്നും ഇത് പറയാനില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് അത്രയും മാത്രമേ ഉള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു.